വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്, അതായത് ബീട്രൂട്ട് പൂരി. ഞാനിതിനു മുമ്പ് ഏതോ ഡിഷിൻ്റെ കൂടെ ബീട്രൂട്ട് പൂരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലുപൂരി പോലെ തന്നെ ചെയ്താൽ മതി, എങ്കിൽ പോലും വീഡിയോ ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന ഗോബി 65 കുറേ പേര് നോക്കിയിട്ടില്ല, അറിയാം. ഗോബി എല്ലാവരുടെ കയ്യിലും വീട്ടിലുണ്ടാകുന്ന സംഭവമല്ല. അപ്പോൾ വീക്കെൻഡിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഗോബി വാങ്ങിക്കുക. അതിനുശേഷം നമ്മുടെ ഗോബി 65 തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയാൻ മറക്കരുത്. പൊട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് പൂരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക, അപ്പോഴാണ് നമ്മളെ പൂരിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലും വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതങ്ങ് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പ് പാലക്കിൻ്റെ ചപ്പാത്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമുക്കൊരു കുക്കർ എടുക്കുക, കുക്കറിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം. അതായത് ഇപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് 2 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം തുറന്നു, നന്നായി ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ നമ്മുടെ ചൂടാറിയതിന് ശേഷം ബീട്രൂട്ടും അതിലുള്ള വെള്ളം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3/4 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട് നമുക്കിത്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. അവസാനം ഞാൻ പറഞ്ഞുതരാം എത്ര ഉരുട്ടാനുള്ള മാവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സിൻ്റെ അതിനനുസരിച്ച് പൊടി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ പൂരിക്ക് വേണ്ടി വരുന്ന അത്ര ഉപ്പ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയുടെ ഇല ചെറുതാക്കി അരിഞ്ഞത് 1 ടീസ്പൂൺ. ഇത് നിർബന്ധമില്ല കേട്ടോ, ചിലവർക്ക് ഈ ബീട്രൂട്ടിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിയുടെ ഇല ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറുതാക്കി അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മല്ലിയുടെ ഇല ഇട്ടില്ലെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അല്പം കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതും നിർബന്ധമില്ല, അതിൻ്റെ ഫ്ലേവറും നല്ലതായതുകൊണ്ട് ഒരല്പം കസൂരി മേത്തി ഞാനിങ്ങനെ കയ്യിലെ താഴെ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ പൂരിക്ക്, നിങ്ങൾ ഇതിനു മുമ്പ് ആലു പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഓയിലാണ്. ആ സെയിം സ്പൂണിലോട്ട് തന്നെ നമുക്കൊരു ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പും കസൂരി മേത്തിയും അതുപോലെ തന്നെ മല്ലിയുടെ ഇലയും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ റവ. അത് വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അതൊരു പൂരിക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ഉപയോഗിക്കുന്നത്. റവയുടെ എമൗണ്ട് കൂടുന്തോറും പൂരിയുടെ ക്രിസ്പിനെസ് കൂടും. അപ്പോൾ നമ്മൾ ചില പൂരികൾ കാണാറില്ലേ, ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാലും പൂരി വീർത്ത് തന്നെ ഇരിക്കുന്നത്, അത് ഒരുപാട് റവ ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ് വരും. സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമുക്ക് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് വീർത്ത് വരണം, പക്ഷേ അതേസമയം കുറച്ച് കഴിഞ്ഞ് സോഫ്റ്റ് ആയിരിക്കുന്നതാണ് എപ്പോഴും പൂരി കഴിക്കുമ്പോൾ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരുപാട് റവ പ്രിഫർ ചെയ്യാറില്ല, അല്പം മാത്രം. അതായത് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ പിള്ളേർക്ക് ഇതേപോലെ കളേർഡ് ചപ്പാത്തി, കളേർഡ് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ താല്പര്യമായിരിക്കും. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ ഫ്രണ്ട്സിനും ഭയങ്കര കൗതുകമായിരിക്കും. എന്താ ആയുഷ് എന്താ കൊണ്ടുവന്നിരിക്കണമെന്ന് ചോദിക്കാറുണ്ട് അവർ. അപ്പോൾ അവരും വീട്ടിൽ പോയി പറയും, അമ്മ ആയുഷ് നല്ല പിങ്ക് കളർ പൂരി കൊണ്ടുവന്നു, ഓറഞ്ച് കളർ പൂരി കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്കൊരു ഇൻസ്പിറേഷനാണത് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്ത് നോക്കൂ, പാലക്കിൻ്റെ പൂരിയും അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. അതായത് നമ്മളെ ആ റവ ഒന്ന് കുതിരട്ടെ, ഇതിൽ കിടന്നിട്ട് റവ അത് ഒന്ന് കുതിർന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റവ ഒക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പിൽസ്ബെറി ആട്ടയാണ് ഉപയോഗിക്കാറ്. പിൽസ്ബെറിയുടെ പ്യുവർ
വീറ്റ് ഫ്ലോർ ഉണ്ട്, അതാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ അളന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ കപ്പിൽ 240 ml കപ്പിൽ ഒരു കപ്പ് 250 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത് ലിക്വിഡിലോട്ടാണ് നമ്മൾ പൊടി ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം കുറച്ച് ഇടുക, മിക്സ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കുറച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെ. അതായത് ഒരുമിച്ച് ആദ്യം തന്നെ എല്ലാ പൊടിയും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരുമിച്ച് ഇടുമ്പോൾ നമുക്കതിൻ്റെ അളവ് ശരിയാവില്ല. കൂടുതൽ പൊടിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിക്കും. അപ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോൾ അപ്പോൾ കൂടുതൽ പൊടി ഇടും. അങ്ങനെ ഒരു കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കാൻ വിചാരിച്ചാലും പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് അങ്ങ് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കാരണമാണ് സ്പൂൺ ഉപയോഗിക്കുന്നത്. അവസാനം നമുക്ക് കൈ കൊണ്ട് അങ്ങ് കുഴയ്ക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് രാത്രി കുഴച്ച് വെച്ചിട്ട് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതായത് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ മിക്കവാറും അടുക്കളയിൽ തണുപ്പാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ചൂടൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ചൂടാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കണം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഒന്ന് ഓവനിൽ വെച്ചിട്ടോ ഒന്ന് 10 സെക്കൻഡ് 2 സൈഡും ചൂടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണുപ്പങ്ങ് മാറിക്കിട്ടും, റൂം ടെമ്പറേച്ചറിലോട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്ക് അപ്പം തന്നെ പൂരി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ ഒരു കപ്പ് 240 ml ഗ്ലാസ്സിലത്തെ ഒരു ഗ്ലാസ് ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മതിയാവുന്ന തോന്നുന്നത്. നന്നായി മിക്സ് ചെയ്ത് നോക്കാം. കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ലൂസായിട്ട് മാറും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചെടുക്കാൻ പാടില്ല. നമ്മൾ 20 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മാവ് കുറച്ചും കൂടെ ലൂസാവും. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് ടൈറ്റായിട്ട് ഇരുന്നാലാണ് കറക്റ്റ് കൺസിസ്റ്റൻസി വരുള്ളൂ. മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് അങ്ങ് വലിച്ചു കുടിക്കും. അതുപോലെ തന്നെ അത് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പൂരി ഉണ്ടാക്കുമ്പോൾ ചേച്ചി എണ്ണ ഭയങ്കരമായിട്ട് അങ്ങ് വരുന്നു പൂരിയിൽ നിന്ന്. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കുഴയ്ക്കുന്ന ഇതിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുഴയ്ക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് ലൂസാവാൻ പാടില്ല, അതേസമയം ഓവറായിട്ട് അങ്ങ് ടൈറ്റ് ആവാനും പാടില്ല. ഇത് കറക്റ്റാണ് കേട്ടോ. നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. ഈ കളറ് എല്ലായിടത്തും ഈവനായിട്ട് വരണം. കയ്യിലൊരു തരി എണ്ണ പരട്ടുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് പത്തിരി പ്രസ് ഇല്ലെങ്കിൽ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തിയിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ ഈ ഡൗ നിങ്ങൾക്ക് ചപ്പാത്തിയായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തിയായിട്ടും പൂരിയാണെങ്കിലും. പക്ഷേ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ റവ ചേർക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ദേ ഇപ്പോൾ നമ്മുടെ മാവ് ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്ത് 2 മിനിറ്റോളം ഞാൻ കുഴച്ചു. നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങ് പൂരിയായിട്ട് അങ്ങ് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനതേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അത് ഓവറായിട്ട് സോഫ്റ്റ് അല്ല, അതേസമയം അത്യാവശ്യം സോഫ്റ്റുമാണ്. നമുക്കിനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടുക. നിങ്ങൾക്ക് എത്ര ചെറിയ പൂരി വേണോ അല്ലെങ്കിൽ എത്ര വലിയ പൂരി വേണോ ആ ഒരു സൈസിൽ ഉരുട്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിലോട്ട് ഇടുമ്പോൾ ആ പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി, ഞാൻ ചെറിയ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള പൂരി ഇപ്പം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള പൂരിയുടെ മാവ് അടച്ച് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പോൾ അടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഒരു 4-5 എണ്ണം ഉരുട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയിട്ട് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ പത്തിരി പ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പത്തിരി പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയ ഉരുള എണ്ണയിൽ മുക്കിയിട്ട് അങ്ങ് വെക്കുക. മാത്രമല്ല ഈ പത്തിരിയുടെ പ്രസ് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക. അത് ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഗ്രീസ് ചെയ്യുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും എണ്ണ തടവുന്നത് നല്ലതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഓവറായിട്ട് അങ്ങ് നൈസാക്കാൻ പാടില്ല, അതേസമയം ഓവറായിട്ട് അങ്ങ് തിക്കാക്കാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ എണ്ണ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒട്ടിപ്പിടിക്കുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തടവാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5-6 പൂരി ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ വെക്കണമെങ്കിൽ തന്നെ പ്ലേറ്റിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കില്ല. ഒരു 5-6 പൂരി ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് അപ്പം പൊരിച്ചെടുക്കാം. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പ്രസ് ചെയ്യുക, പൊരിച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 4-5 പൂരി ഒരുമിച്ച് ഞാൻ പരത്തിട്ട് അതിന് ശേഷം നമുക്കങ്ങ് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാവിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് അങ്ങ് ചൂടാവാൻ പാടില്ല. മീഡിയം ചൂടിലിരിക്കുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പൊന്തി വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ടങ്ങ് വീർത്ത് വരും. ഓക്കെ, വേണ്ട ഓവറായിട്ടങ്ങ് കളർ മാറാൻ നിൽക്കരുത്. നമുക്കങ്ങ് കോരിയെടുക്കാം. അങ്ങനെ ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള എണ്ണയൊക്കെ മാറിപ്പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ട് നമുക്ക് ഇടാം. എണ്ണയുടെ ചൂട് കറക്റ്റും അതുപോലെ തന്നെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ ഒരുപാടൊന്നും കുടിക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് പൊന്തി വരികയും ചെയ്യും. എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഈ ബീറ്റ്റൂട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കളറുള്ള വെജിറ്റബിൾസ് ചെയ്യുമ്പോഴാണ് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം പ്രൊസീജിയർ പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ചേർത്തിരിക്കുന്ന മല്ലിയുടെ ഇലയൊക്കെ ചെറുതാക്കി അരിഞ്ഞിടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ ഇടാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പരത്തി വരുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അത് ഇടണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് നമുക്ക് ബീറ്റ്റൂട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തൽക്കാലം ഇത് മതി. ഇനി പിള്ളേർ വന്നിട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ചൂടോട് കൂടിയിട്ടാണ് പൂരി ഉണ്ടാക്കി കൊടുക്കാറ്. ഉണ്ടാക്കി വെക്കാറില്ല. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നല്ലാതെ നമ്മൾ കൂടുതൽ വേണ്ടി ഉണ്ടാക്കി വെക്കാറില്ല എപ്പോഴും. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൂരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തൊരു അട്രാക്റ്റീവാന്ന് നോക്കൂ. കുട്ടികൾ ഇത് കാണുമ്പോൾ അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഓടി വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ പൂരിയുടെ കറി ബാജി, അതായത് ഉരുളക്കിഴങ്ങ് കറി, പൊട്ടറ്റോ മസാല കഴിക്കാം. അതുപോലെ തന്നെ ചെന്ന മസാല കഴിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന വെജിറ്റബിൾ മസാല കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പനീർ ബട്ടർ മസാല, പനീർ കറി, ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോകും. ഒന്നുമില്ലെങ്കിലും തൈരും അച്ചാറിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തു വിടുക. ഇതേപോലെ കളേർഡ് പൂരി ആൻഡ് കളേർഡ് ചപ്പാത്തി. അപ്പം ഞാൻ കാണിച്ച ആ സൈസിലാണെന്നുണ്ടെങ്കിൽ 20 പൂരി ഉണ്ടാക്കാനുള്ള അളവാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന ഓരോരുത്തരും എടുക്കുന്ന ഉരുളകളുടെ സൈസ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്മ മസാലയാണ്. ഇപ്പോൾ പിള്ളേർ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിച്ചോളും ഈ പൂരി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈ പൂരി തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നല്ല ബീറ്റ്റൂട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ. അത് മാത്രം ശ്രദ്ധിക്കുക. ചെറിയ ഇച്ചിരി പിങ്ക് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കളർ കുട്ടികൾക്ക് ഏത് കളറായാൽ മതി. ബ്രൈറ്റ് ആയാലും ലൈറ്റ് ആയാലും. അപ്പോൾ പറഞ്ഞാൽ മതി ലൈറ്റ് പിങ്ക് പൂരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പേരിട്ട് കൊടുക്കാം ഓരോ പ്രാവശ്യം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തൊപ്പി കറക്റ്റ്. മുത്തപ്പൻ വെരി കറക്റ്റ്. തൊപ്പി മുത്തപ്പൻ വെരി ഗുഡ്. 30 വെരി ഗുഡ്. 10 വടി ഞെളിയുക ഉലിയുക നേരിരിക്കുക അങ്ങാടി മഴ കാ ഒരു മിസ്സിംഗ് ആണ് ഇവിടെ. കാ മാത്രം. ഓക്കെ. അയ്യോ ഇവിടെ എഴുതാൻ പറ്റില്ല. ഇതല്ലേ നമ്മൾ എഴുതുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. നോ പ്രോബ്ലം. വെരി സ്മോൾ മിസ്സിംഗ്. No problem. So you got 13 out of 14. Very good. Good boy. Battery കഴിഞ്ഞു. ടാറ്റാ. Bye bye.